എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിലെ ഗണിതത്തിന്റെ അധ്യായം 2 പുതിയ സംഖ്യകളുടെ 7ാമത്തെ വീഡിയോ ആണ് ഇത്. പേജ് നമ്പർ 25-ലെ രണ്ടാമത്തെ ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ ചോദ്യം. ചിത്രത്തിലെ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? ഒരു വശത്തിന്റെ നീളമോ? അപ്പോൾ ഈ ചിത്രത്തിൽ ഒരു പച്ച സമചതുരം തന്നിട്ടുണ്ട്. അതിന്റെ പരപ്പളവാണ് നമുക്ക് കാണേണ്ടത്. പിന്നെ അതിന്റെ ഒരു വശത്തിന്റെ നീളവും നമുക്ക് കാണണം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു മട്ടത്രികോണത്തിന്റെ ഭാഗമായി വരുന്ന സമചതുരത്തിന്റെ ചുറ്റളവല്ല പരപ്പളവ് മറ്റുള്ള വശങ്ങളെ വെച്ച് നമുക്ക് എഴുതാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു മട്ടത്രികോണത്തിന്റെ കർണവും പാദവും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതില് അപ്പോൾ കർണത്തിന്റെ വർഗം മൈനസ് പാദത്തിന്റെ വർഗം അതായിരിക്കും മൂന്നാമത്തെ വശമായി വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ്. അതായത് ഒരു മട്ടത്രികോണത്തിന്റെ കർണത്തിന്റെയും പാദത്തിന്റെയും വർഗങ്ങളുടെ വ്യത്യാസം മൂന്നാമത്തെ വശമായി വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ് ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ 3.5 സെന്റിമീറ്റർ വശമായി വരുന്ന ഒരു സമചതുരം വരയ്ക്കുന്നു. അപ്പൊ അതിന്റെ ഒരു പരപ്പളവ് നമുക്ക് കിട്ടും. പിന്നെ 1.5 സെന്റിമീറ്റർ വശമായി വരുന്ന ഒരു സമചതുരം വരയ്ക്കും. അപ്പൊ നമുക്ക് അതിനൊരു പരപ്പളവ് കിട്ടും. ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വശം വരുന്ന സമചതുരത്തിന്റെ പരപ്പളവായിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട്. ഒരു നീല, മഞ്ഞ, അതേപോലെ ഓറഞ്ച് സമചതുരങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഉദാഹരണം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ മട്ടത്രികോണത്തിന്റെ കർണം എത്രയാണ്? 3.5 സെന്റിമീറ്റർ ആണ്. അതേപോലെ പാദം 1.5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോ ആയതുകൊണ്ട് ഈ ഒരു നിഗമന പ്രകാരം ആയതുകൊണ്ട് നമ്മുടെ പച്ച സമചതുരത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? കർണത്തിന്റെ വർഗം മൈനസ് പാദത്തിന്റെ വർഗം ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ 3.5ന്റെ വർഗം മൈനസ് 1.5ന്റെ വർഗം അതെത്രയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് 3.5ന്റെ വർഗം കാണണം. അപ്പൊ 3.5 ഇൻറ്റു 3.5 ആണ്. അപ്പൊ ആദ്യം 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 5 × 5 25, 15 2 17, 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 15, 3 9 1 10. അപ്പോൾ 5 7 5 12, 1 1 2,
1. ഇനി ഇവിടെ ദശാംശം കഴിഞ്ഞ് ഒരു സ്ഥാനമാണ്, ഇതിലും ദശാംശം കഴിഞ്ഞ് ഒരു സ്ഥാനമാണ്. അപ്പോൾ ആകെ ദശാംശം കഴിഞ്ഞ് എത്ര സ്ഥാനങ്ങൾ ഉണ്ടാവും? 1 + 1 2. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം? ദശാംശം കഴിഞ്ഞ് 2 സ്ഥാനം വേണം. അപ്പോൾ 1 2. അപ്പൊ ഇവിടെ 12.25 ആയിരിക്കും 3.5ന്റെ വർഗം. 12.25. ഇനി 1.5ന്റെ വർഗോ? 1.5ന്റെ വർഗം നമുക്ക് അറിയാവുന്നതാണ്. അതായത് 15ന്റെ വർഗം എടുക്കാം. 15ന്റെ വർഗം 225 ആണ്. ഇനി ദശാംശം കഴിഞ്ഞ് 1, ദശാംശം കഴിഞ്ഞ് 1. അപ്പോൾ ടോട്ടല് ദശാംശം കഴിഞ്ഞ് 2 സ്ഥാനം വേണം. അപ്പോൾ എവിടെയാ? 2.25 എന്ന് കിട്ടും. ഇനി നമ്മൾ 12.25 നിന്നും 2.25 കുറയ്ക്കുകയാണ്. 5 5 പോയി, 2 2 പോയി, ദശാംശം ഇട്ടു, 2 2 പോയാൽ 0 1 10.0. അപ്പോൾ ദശാംശം കഴിഞ്ഞിട്ട് എല്ലാം 0 ആയതുകൊണ്ട് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ 10 എന്ന് മാത്രം എഴുതാം. അപ്പോൾ സമം 10. അപ്പോൾ നമ്മുടെ പച്ച സമചതുരത്തിന്റെ പരപ്പളവ് എത്ര കിട്ടി? 10 യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ സ്ക്വയർ. അതായത് ചതുരശ്ര സെന്റിമീറ്റർ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി വേറൊരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. സമചതുരത്തിന്റെ പരപ്പളവ് x ആണെങ്കിൽ സമചതുരത്തിന്റെ പരപ്പളവ് x ആയാൽ വശത്തിന്റെ നീളം √x ആയിരിക്കും. ഇത് നമുക്കറിയാം. ഓക്കെ. അപ്പോ ഈ ഒരു കാര്യം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? വശത്തിന്റെ നീളം എഴുതാം. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്തെഴുതാം? ഇതാദ്യം എഴുതുക. എന്നിട്ട് ആയതുകൊണ്ട് വശത്തിന്റെ നീളം എന്തായിരിക്കും? √10 സെന്റിമീറ്റർ. ഓക്കെ. അപ്പൊ എളുപ്പമുള്ള ചോദ്യമല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? സമചതുരത്തിന് പരപ്പളവ് കാണാൻ വേണ്ടി ആദ്യം നമ്മൾ മട്ടത്രികോണത്തിനെ എടുക്കുന്നു. മട്ടത്രികോണത്തിലെ കർണവും പാദവും തന്നിട്ടുണ്ട്. അതുകൊണ്ട് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ അതെന്തായിരിക്കും? മൂന്നാമത്തെ വശം വരുന്ന സമചതുരത്തിന്റെ പരപ്പളവായിരിക്കും. ഓക്കെ. അപ്പൊ രണ്ട് വശങ്ങൾ, മട്ടത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തന്നാൽ മൂന്നാമത്തെ വശം വരുന്ന സമചതുരത്തിന്റെ ചുറ്റളവ് കാണാൻ നമുക്ക് എളുപ്പമാണ്. ഇനി നമുക്ക് പാദവും ലംബമാണ് തന്നെങ്കിലോ? പാദവും ലംബമാണ് തന്നിരുന്നെങ്കിൽ നമുക്ക് എന്താണ്? വർഗങ്ങളുടെ തുകയാണ് എടുക്കേണ്ടത്. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആയിരിക്കും നമ്മുടെ കർണം വശമായി വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ്. ഓക്കെ. ഇനി നമുക്കറിയാം പരപ്പളവ് എന്താണോ ഉള്ളത് അതിന്റെ റൂട്ട് ആയിരിക്കും വശത്തിന്റെ നീളം. ഓക്കെ. അപ്പോ ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.